നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ ശക്തൻ സ്റ്റാൻഡിന് സമീപം നടക്കുന്ന തൃശൂർ പുഷ്പോത്സവം 2020 ആൽഫ പാലിയേറ്റീവ് കെയർ തൃശൂർ സെന്ററിന്റെ സ്റ്റാൾ തുറന്നു. സ്റ്റാൾ സന്ദർശിക്കുന്നവർക്ക് പാലിയേറ്റീവ് കെയറിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുന്നതിനായി ആൽഫയുടെ വോളണ്ടിയർമാർ സജീവമായി രംഗത്തുണ്ട്. നോട്ടീസ് വിതരണത്തിനും ഡൊണേഷൻ ബോക്സ് കളക്ഷനുമായി കോളേജ് വിദ്യാർത്ഥികളും സഹായത്തിനുണ്ട്. തൃശൂർ ലിങ്ക് സെന്റർ സെക്രട്ടറി CK സജി, പ്രസിഡന്റ് ജോസഫ് പുന്നമുട്ടിൽ, ട്രഷറർ ഡോക്ടർ TK ആന്റണി, ഹോം കെയർ കൺവീനർ ലത റോയ്, വോളണ്ടിയർമാരായ തോമസ് ദോലത്ത്, റോസ് സൈമൺ, ഷാജു അച്ചു, ഷാജു ജോൺ എന്നിവർ നേതൃത്വം നൽകുന്നു. പുഷ്പോത്സവം കാണാനായി എത്തുന്ന ആയിരക്കണക്കിന് പേർ ആൽഫയുടെ സ്റ്റാൾ സന്ദർശിക്കുകയും സാമ്പത്തിക സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഒപ്പം സേവനങ്ങൾക്കായി അന്വേഷിച്ചെത്തുന്നവരും സന്നദ്ധ പ്രവർത്തനത്തിനായി അന്വേഷിച്ചെത്തുന്നവരും ഈ ഉദ്യമത്തെ പൂർണ്ണതയിലെത്തിക്കുന്നു. തൃശൂർ ചാലക്കുടി ബാങ്കേഴ്സ് ക്ലബ് ആൽഫ ചാലക്കുടി സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്കായി സംഭാവന നൽകി. പ്രസിഡന്റ് NI തോമസ്, ട്രഷറർ തോമസ് കൊച്ചപ്പള്ളി, വൈസ് പ്രസിഡന്റ് MJ വത്സൻ എന്നിവർ ചേർന്ന് ആൽഫ ചാലക്കുടി സെന്ററിലെത്തിയാണ് തുക കൈമാറിയത്. വൈസ് പ്രസിഡന്റ് AL കൊച്ചപ്പൻ, ട്രഷറർ ലീല പൗലോസ് എന്നിവർ ചേർന്ന് സഹായം ഏറ്റുവാങ്ങി. ആൽഫ ഡെയിലി ന്യൂസിൽ ഇനിയൊരു വിജയവാർത്തയാണ്. കുട്ടനാടിന്റെ കാരുണ്യസ്പർശമായി മാറുകയാണ് ആൽഫ കുട്ടനാട് സെന്റർ. വെൽഡിംഗ് ജോലി ചെയ്യുന്ന 35 വയസ്സുകാരനായ അനീഷ് 2024 സെപ്റ്റംബറിൽ സ്കൂട്ടറിൽ നിന്നും വീണതിന് ശേഷമുണ്ടായ ബാക്ക് പെയിനെ തുടർന്ന് ഒക്ടോബർ മാസത്തിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുകയും ശേഷം വലത് കാലിന് ബലക്ഷയം അനുഭവപ്പെടുകയും പൂർണ്ണമായും നടക്കാനാകാത്ത വിധം വീൽചെയറിലാവുകയും ചെയ്തിരുന്നു. ഈ അവസ്ഥയിലാണ് അനീഷിനെ കുട്ടനാട് സെന്ററിലെ പുനർജനി പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി വിഭാഗത്തിലെത്തിക്കുന്നത്. 1 മാസത്തിനുള്ളിൽ ട്രൈപോഡ് വെച്ച് നടക്കുന്ന വിധത്തിലേക്ക് മാറിയ അനീഷ് ഇപ്പോൾ ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് സൈക്കിളിൽ 1/2 കിലോമീറ്ററിലധികം സഞ്ചരിച്ച് ആൽഫയിലെത്തി ഫിസിയോതെറാപ്പി ചെയ്യുന്നു. സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ അനീഷിനെ പ്രാപ്തനാക്കിയ ആൽഫയുടെ സേവനം ഇന്ന് ഈ നാട് ഉറ്റുനോക്കുന്നു. ആൽഫ കുട്ടനാട് സെന്ററിലെ ഫിസിയോതെറാപ്പിസ്റ്റ് ജിഞ്ചു ഉമേഷിനും ആൽഫയുടെ ഭാരവാഹികൾക്കും ഇത് സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.